ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് 176 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാന് 7ാം വിക്കറ്റ് നഷ്ടമായി. ജസ്പ്രീത് ബുംറയും അക്ഷർ പട്ടേലും 2 വിക്കറ്റ് വീഴ്ത്തി 40 പന്തിൽ 77 റൺസ് എടുത്ത ഇഷാൻ കിഷനാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. മനീഷ് ഐഷാമാത്ത് നൽകും വിവരങ്ങൾ. മനീഷ്, പാകിസ്ഥാൻ നായകന്റെ വീമ്പ് പറച്ചിലിന് കളത്തിൽ മറുപടി നൽകുകയാണ് ഇന്ത്യൻ താരങ്ങൾ. അരുണ്യ, തീർച്ചയായും ലോകകപ്പ് വേദികളിൽ എപ്പോഴും ഇന്ത്യ പാകിസ്ഥാന് മേൽ തുടരുന്ന ആധിപത്യം കൊളംബോയിലും തുടരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാൻ ഇതിനോടകം തന്നെ 7 വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞു. അക്ഷർ പട്ടേലും അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയുമാണ് 2 വീതം വിക്കറ്റുകൾ നേടി പാകിസ്ഥാന്റെ തകർച്ച അതിവേഗത്തിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ പാകിസ്ഥാന്റെ 7 വിക്കറ്റുകൾ നഷ്ടമായതിൽ പാകിസ്ഥാന്റെ 5 ബാറ്റർമാർ 2 അക്കം കാണാതെയാണ് പുറത്തായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ പാർട്ട് ടൈം ബോളറായിട്ടുള്ള തിലക് വർമ്മയും വിക്കറ്റ് നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും അരുണ്യ പറഞ്ഞതുപോലെ തന്നെ ഈ വീമ്പ് പറച്ചിലുകൾ പത്രസമ്മേളനത്തിൽ മാത്രം ഒതുങ്ങുമ്പോൾ അതിന് മറുപടി ഇന്ത്യ കൊളംബോയിൽ പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും 3 വിക്കറ്റുകൾ മാത്രം ശേഷിക്കെ പാകിസ്ഥാന് 90-ന് മുകളിൽ റൺസ് വേണം വിജയിക്കാൻ. ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് പാകിസ്ഥാനെ ഈ ലോകകപ്പിലും ഇന്ത്യ പരാജയപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുണ്യ, അതെന്തായാലും ആവേശകരമായ അന്ത്യത്തിലേക്കാണ് കളി പോയിക്കൊണ്ടിരിക്കുന്നത്. മനീഷ് ഐഷാമാത്താണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും.